വാഗൺ ട്രാജഡിക്ക് ഇന്നേക്ക് 104 വയസ്സ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ നടക്കുന്ന ഓർമ്മയാണ് വാഗൺ ട്രാജഡി. മലബാർ കലാപത്തിൽ പിടിയിലായവരെ ബ്രിട്ടീഷ് പട്ടാളം കാറ്റും വെളിച്ചവും കടക്കാത്ത റെയിൽവേ ചരക്ക് വാഗണിലാക്കി കോയമ്പത്തൂരിലെ ജയിലിലേക്ക് എത്തിക്കവേ 70 ജീവനുകൾ പൊലിഞ്ഞതാണ്. 1921 നവംബർ 19 ബ്രിട്ടീഷ് ആധിപത്യത്തിനും ജന്മിത്വത്തിനുമെതിരെ മലബാർ കലാപത്തെ തുടർന്ന് പിടിയിലായവരെ കോയമ്പത്തൂരിലെ ജയിലിലെത്തിക്കാൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചത് അന്നാണ്. LV 1711 എന്ന റെയിൽവേയുടെ ജനലോ വായു കടക്കുന്നതിനുള്ള ദ്വാരങ്ങളോ ഇല്ലാത്ത ഇരുമ്പ് വാഗണിലേക്ക് 100ഓളം പേരെ കുത്തി നിറച്ചു. കാൽ കുത്താൻ പോലും ഇടമില്ലാതായ വാഗണിൽ തടവുകാർ ജീവശ്വാസത്തിനായി പരതി. വാഗണിന്റെ വാതിലുകൾ അടഞ്ഞപ്പോൾ ദുരന്തയാത്രയുടെ നിലവിളികളാണ് ഉയർന്നത്. ദിവസങ്ങളായി പോലീസ് കസ്റ്റഡിയിലിരുന്നവരായിരുന്നു പലരും. വെള്ളവും ആഹാരവും അന്യമായിട്ട് ദിവസങ്ങളായി. 180 കിലോമീറ്ററോളം സഞ്ചരിച്ച് പിറ്റേന്ന് കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയപ്പോഴേക്കും 64 പേർ പിടഞ്ഞു മരിച്ചിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരിൽ 6 പേർക്ക് കൂടി പിന്നീട് ജീവൻ നഷ്ടമായി. വാഗണിന്റെ ഇരുമ്പാണി ഊരിപ്പോയ ദ്വാരത്തിൽ മൂക്ക് ചേർത്തുവെച്ച് മാറി മാറി ശ്വാസമെടുത്തവർ മാത്രമാണ് രക്ഷപ്പെട്ടത്. മൃതദേഹങ്ങൾ പിന്നീട് തിരൂരിലെത്തിച്ചു. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇന്ത്യയിലുടനീളം വലിയ പ്രതിഷേധങ്ങൾക്കും ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ക്രൂരതയെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്കും കാരണമായ സംഭവമായിരുന്നു വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡിയുടെ 80ാം വാർഷികത്തിൽ തിരൂർ മുനിസിപ്പാലിറ്റി നിർമ്മിച്ച വാഗൺ ട്രാജഡി മെമ്മോറിയൽ ടൗൺ ഹാളും 1711 വാഗണിന്റെ മാതൃകയും ദുരന്തത്തിന്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് നിലകൊള്ളുന്നു. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.